അതിരാവിലെയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഇന്ന് അനുമോളുടെയും ഭുവനേഷിൻ്റെയും വിവാഹം നടന്നത്. വെളുപ്പിന് 5 മണിക്ക് തന്നെയായിരുന്നു വിവാഹം ഒരുങ്ങിയത്. എന്നാൽ അധികം താരങ്ങളും മാധ്യമങ്ങളൊന്നും അതുകൊണ്ട് തന്നെ അറിഞ്ഞതുമില്ല എന്നതാണ് സത്യം. പക്ഷേ മുടങ്ങാതെ എത്തിയ ക്ഷണം സ്വീകരിച്ചത് എല്ലാം നടൻ സുരേഷ് ഗോപിയായിരുന്നു. ക്ഷേത്രനടയിലെത്തി ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് കൺകുളിർക്കെ കാണാനാകുമായിരുന്നു ആ വിവാഹം. അദ്ദേഹത്തിനെ കണ്ടതും മണ്ഡപത്തിൽ കയറുന്നതിന് തൊട്ട് മുൻപ് ഓടി വന്ന് ശരിക്കും പറഞ്ഞാൽ അനുമോൾ കാല് തൊട്ട് വന്നിക്കുകയായിരുന്നു. പ്രേക്ഷകർ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരും ഇതനുസരിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം ലഭിക്കുകയും ചെയ്യുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കാനാകുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ താരം എന്ന നിലയിൽ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം തന്നെ ഇത് വൈറലാവുകയും ചെയ്യുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കാം. എല്ലാവരും ഇപ്പോൾ അനുമോളെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. അനുമോളുടെ പ്രീതി പിടിച്ചു പറ്റുകയാണ് എല്ലാവരും ചെയ്യുന്നത്. രാവിലെ തന്നെ അനുമോൾ ഓടിയെത്തി സുരേഷ് ഗോപിയുടെ അനുഗ്രഹം വാങ്ങുകയാണ്. വേണമെങ്കിൽ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അനുമോൾക്ക് കാണാമായിരുന്നു. എന്നാൽ അനുമോളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വ്യക്തി എന്ന നിലയിൽ, ഇത്രയും അധികം എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു താരമെന്ന നിലയിൽ മണ്ഡപത്തിൽ കയറുന്നതിന് തൊട്ട് മുൻപ് നടൻ സുരേഷ് ഗോപിയുടെ കാൽ തൊട്ട് വന്ദിക്കുകയാണ് അനുമോൾ ചെയ്തത്. മണ്ഡപത്തിൽ കയറാൻ പൂജാരി ആവശ്യപ്പെടുമ്പോൾ പോലും ഇല്ല, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറി അനുമോൾ അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു ചെയ്തത്. ഒപ്പം ഭുവനേഷും കൂടെ പോകുന്നത് കാണാം. ഭുവനേഷിനെ വിളിച്ചുകൊണ്ട് ഒരുമിച്ച് അനുഗ്രഹം വാങ്ങിക്കാൻ പോവുകയായിരുന്നു അനുമോൾ ചെയ്തത്. അത്രയേറെ ഗുരുത്വമുള്ള ഒരു കുട്ടിയാണെന്ന് തന്നെ പറയാം. സുരേഷ് ഗോപിയെ പോലൊരു നടൻ അവിടെ നിൽക്കുന്നുവെന്നും തൻ്റെ വിവാഹമാണ് പ്രധാനമെന്ന് കരുതി വേണമെങ്കിൽ അനുമോൾക്ക് അങ്ങനെ പോകാം. എന്നാൽ അങ്ങനെ പോകാതെ അദ്ദേഹത്തിനോടുള്ള എല്ലാ ബഹുമാനവും കാണിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും വാങ്ങിയിട്ടാണ് വിവാഹിതയാകാനായി ശരിക്കും പറഞ്ഞാൽ അനുമോൾ നടന്നു നീങ്ങിയത്. പ്രേക്ഷകർ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയാണ് ഈ വാർത്ത. അനുമോൾ ഒരിക്കലും സുരേഷ് ഗോപി വിളിക്കുമെന്ന് കരുതിയില്ല. ഇവർ തമ്മിൽ നല്ല അടുപ്പമാണെന്നും അടുത്ത സൗഹൃദമാണെന്നും ആർക്കും അറിയില്ലായിരുന്നു. അനുമോളുടെ ക്ഷണം സ്വീകരിച്ച് ഗുരുവായൂർ അമ്പലനടയിൽ സുരേഷ് ഗോപി എത്തുമെന്നും കരുതിയില്ല. വിവാഹം മറ്റൊരിടത്ത് വെച്ച് വേറെ ചടങ്ങുകളോടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എത്തണമെന്ന് നിർബന്ധവുമില്ല. താരങ്ങൾ എല്ലാവരും അവിടേക്ക് തന്നെയായിരിക്കും എത്തുക. എന്നാൽ വെളുപ്പിനെയാണെന്നോ അല്ലെങ്കിൽ രാവിലെ എണീക്കണമായിരുന്നോ എന്ന് പോലും ചിന്തിക്കാതെ നടൻ സുരേഷ് ഗോപി അമ്പലനടയിൽ അനുമോൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ആ ബഹുമാനം അനുമോൾ തിരിച്ചു നൽകുകയാണ് ചെയ്തത്. തൻ്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിയ താരത്തിൻ്റെ കാൽ തൊട്ട് വന്നിച്ചതിന് ശേഷമാണ് അവിടേക്ക് താരം കയറിപ്പോയത്. പ്രേക്ഷകരെല്ലാവരും വളരെയധികം സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന വാർത്തയായും ഇത് മാറുന്നു എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും. സുരേഷ് ഗോപി രണ്ടുപേരെയും അനുഗ്രഹിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയത്. കണ്ണുപൂട്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. താലികെട്ട് കഴിഞ്ഞ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവർ ഗുരുവായൂരപ്പൻ്റെ നടയിലെത്തി പ്രാർത്ഥിക്കുന്നത് വരെയും സുരേഷ് ഗോപി ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നുകൂടി നമുക്ക് ചിത്രങ്ങളിലും വീഡിയോകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.